നിങ്ങൾ ഈ ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ചിലവർ കേട്ടിട്ടുണ്ടാവും, ചിലവർ കേട്ടിട്ടുണ്ടാവില്ല. എന്തായാലും അങ്ങനെ ഒരു സാധനം ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ 6 മണിക്കാണ് നിങ്ങൾ എഴുന്നേൽക്കുന്നതെന്ന് വിചാരിക്കാം. നിങ്ങൾ 6 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതത് സമയത്ത് ചെയ്ത് തീർക്കാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, കുട്ടികളെ പറഞ്ഞു വിടൽ, ഭർത്താവിനെ പറഞ്ഞു വിടൽ, അങ്ങനത്തെ സംഗതികളൊക്കെ നിങ്ങൾക്ക് ഓൺ ടൈം ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാം. പക്ഷെ നിങ്ങൾക്ക് എക്സ്ട്രാ സമയം കിട്ടുന്നില്ല. അപ്പം നിങ്ങൾ ഒരു ദിവസം തീരുമാനിച്ചു, അതായത് നാളെ ഞാൻ 5:50 എഴുന്നേക്കാമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നാളെ 5:50 എഴുന്നേറ്റു എന്ന് വിചാരിക്കാം. അപ്പം നിങ്ങൾക്ക് അവിടെ 10 മിനിറ്റ് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. ആ 10 മിനിറ്റ് നിങ്ങൾ വെറുതെ കളയണില്ല. നിങ്ങൾ ഒരു കപ്പ് കാപ്പിയൊക്കെ പിടിച്ചിട്ട് കുറച്ച് സമയം 10 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് വെറുതെയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിക്കാം. ആ ഒരു 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് വലിയ കാര്യങ്ങളാണ് കിട്ടാൻ വേണ്ടിയിട്ട് പോണേ. അതായത് ആ 10 മിനിറ്റ് നമ്മളിങ്ങനെ ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് നമ്മളിങ്ങനെ ഈ ബാൽക്കണിയിലൊക്കെ പോയി നിന്ന് വെളിയിലേക്ക് നടന്നിട്ടൊക്കെ ആകുമ്പോൾ നമ്മുടെ മൈൻഡും ബോഡിയും ഒക്കെ റിലാക്സ് ആവും. എന്നിട്ട് നിങ്ങൾ കുക്കിംഗ് ചെയ്തു, സംഭവങ്ങളൊക്കെ ചെയ്ത് ഭയങ്കര കാമായിട്ട് എല്ലാം ചെയ്തു എന്നങ്ങനെ വിചാരിക്കുക. ഈ 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതുണ്ടല്ലോ, അതായത് നിങ്ങളുടെ മൈൻഡും ബോഡിയും ഓൾറെഡി റിലാക്സ്ഡ് ആയി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അന്ന് കുക്ക് ചെയ്യുന്ന ഭക്ഷണം മേ ബി കുറച്ചും കൂടെ സൂപ്പർ അടിപൊളിയായിരിക്കും. എല്ലാ ദിവസവും കുട്ടികൾ ഇപ്പം ബുക്കും ബോക്സും അതും ഇതൊക്കെ എവിടെയെങ്കിലും വലിച്ചു വാരി ഇടുമ്പോൾ എപ്പോഴും നിങ്ങൾ അവരെ ചീത്ത പറഞ്ഞിട്ടായിരിക്കും മേ ബി രാവിലെ സ്കൂളിലോട്ടേക്ക് വിടണ്ടാവുക. പക്ഷേ ഈ 10 മിനിറ്റ് ഓൾറെഡി നിങ്ങളുടെ മൈൻഡും ബോഡിയൊക്കെ റിലാക്സ് ആയിട്ട് നിങ്ങൾ അന്ന് സൂപ്പർ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പം നിങ്ങൾക്ക് അത്ര എപ്പോഴും വരണ പോലത്തെ ഒരു ദേഷ്യവും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വരില്ല. അപ്പം നിങ്ങൾ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ഭർത്താവിനെ ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും നിങ്ങൾ അവരെ ഓഫീസിലോട്ടേക്കോ സ്കൂളിലേക്കോ പറഞ്ഞു വിടുന്നുണ്ടായിരിക്കാം. കുട്ടികളും ഭർത്താവും വീട്ടിൽ നിന്ന് ഓൾറെഡി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ജോലിക്കോ അല്ലെങ്കിൽ പഠിക്കാനോ വേണ്ടിയിട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ ഹാപ്പിനെസ്സും പോസിറ്റീവ് വൈബും അവർക്ക് അവിടെയും റിഫ്ലക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും നമ്മുടെയും അവരുടെയും ഒരു ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സൂപ്പറായിട്ട് പോകും. ഇതിൻ്റെയൊക്കെ റീസൺ എന്താണ്? നിങ്ങൾ ഇന്ന് 5:50 എഴുന്നേറ്റു. അതായത് 10 മിനിറ്റ് നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടിയത് കൊണ്ട് നിങ്ങൾക്ക് സമാധാനമായിട്ട് ഇരുന്ന് കുറച്ച് നേരം റിലാക്സ് ഒക്കെ ചെയ്തിട്ട് ഒന്ന് ഭയങ്കര ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്തു. ആ 10 മിനിറ്റാണ് നിങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു ദിവസം അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പാക്കിയത്. അതിന് പറയുന്ന പേരാണ് ബട്ടർഫ്ലൈ എഫക്റ്റ്. ഇത് പോസിറ്റീവായിട്ടുള്ള സംഗതികൾക്ക് മാത്രമല്ല കേട്ടോ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പോൾ ചില ദിവസങ്ങളിൽ ഞാനും എൻ്റെ ഏട്ടനും അടി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ രാവിലെ എല്ലാ ദിവസവും പോണ പോലെ ഒന്നും ആയിരിക്കില്ല ഏട്ടനെ ഡ്യൂട്ടിക്ക് ഞാൻ പറഞ്ഞു വിടാം. ദേഷ്യപ്പെട്ട് വഴക്ക് പറഞ്ഞ് അടി ഉണ്ടാക്കിയിട്ടൊക്കെ ആയിരിക്കും പോണ്ടാവുക. അന്നത്തെ ദിവസം വീട്ടിലിരിക്കുമ്പം എനിക്കും മര്യാദയ്ക്ക് എൻ്റെ വർക്ക് ചെയ്യാൻ പറ്റൂല, ഏട്ടനാണെങ്കിലും അവിടെ പോയിട്ട് നല്ല രീതിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇവിടെ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ദിവസം വലിയ പരിപാടിയൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വലിയ എഫക്റ്റ് ഒന്നും വരില്ല. പക്ഷേ ഇവിടെ ഒരു നെഗറ്റീവ് എന്നോട് അടി ഉണ്ടാക്കി, ബഹളം ഉണ്ടാക്കി, ചീത്ത പറഞ്ഞിട്ട് ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏട്ടൻ അവിടെ പോയിട്ട് നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, മര്യാദയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അത് അവരുടെ വർക്കിനെയാണ് ബാധിക്കുക. അതിൻ്റെയൊക്കെ റീസൺ എന്താണ്? നമ്മളിവിടെ അടി ഉണ്ടാക്കി അവരുടെ മൂഡ് കളഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പം അതായത് നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന മൈന്യൂട്ടായിട്ടുള്ള എന്ത് കാര്യം, അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ ഒരു എഫക്റ്റായിട്ട് എന്തെങ്കിലുമൊക്കെ വരും. അതായത് നമ്മുടെ ലൈഫിൽ സംഭവിച്ചു പോകുന്ന എല്ലാ കാര്യങ്ങളും കണക്റ്റഡ് ആണ്. അല്ലാതെ ചുമ്മാ വരുന്ന സംഗതികളൊന്നുമല്ല. എവിടെയോ നടന്ന എന്തിൻ്റെയൊക്കെയോ പ്രതിഫലനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ. അത് ബട്ടർഫ്ലൈ എഫക്റ്റിനെ പറ്റിയിട്ട് ഭയങ്കര സയൻറ്റിഫിക്കായിട്ട് സംസാരിക്കണമെന്നും എനിക്കറിയില്ല. പിന്നെ നമുക്ക് വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള മെത്തേഡിൽ പറയണതാണല്ലോ കുറച്ചും കൂടെ സൂപ്പർ. പിന്നെ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ചില വീട്ടിൽ ചില അമ്മമാരുണ്ടല്ലോ, ഇപ്പോഴും ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. നമ്മുടെ അരിക്കലത്തിൽ പിന്നെ നമ്മളുടെ ജീരകത്തിൻ്റെ ഡപ്പയിലൊക്കെ അവർക്ക് കിട്ടുന്ന പൈസ ചിലപ്പോൾ ഈ അലക്കണ സമയത്ത് ഭർത്താവിൻ്റെ പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റുന്ന പൈസ ആയിരിക്കും. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അതൊക്കെ അവർ സേവ് ചെയ്ത് വെക്കാറുണ്ട്. അതായത് ചിലപ്പോൾ ഒരു ദിവസം അവർക്ക് വല്ല 10 രൂപയോ 5 രൂപയോ 20 രൂപയൊക്കെ ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. നോക്കുമ്പോൾ എന്താ, നമ്മൾക്ക് ഒരു ദിവസം നമ്മൾ വല്ല 10 രൂപയ്ക്കായിരിക്കും സേവ് ആക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുന്നുണ്ടായിരിക്കുക. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന, അതായത് അങ്ങനെ ചില അരിക്കലത്തിലും ചില ജീരകത്തിൻ്റെ ഡപ്പയിലിരിക്കുന്ന ചില പൈസയൊക്കെയാണ് ചില സമയത്ത് ആ സെയിം വീട്ടിലൊരു എമർജൻസി സിറ്റുവേഷൻ്റെ സമയത്ത് യൂസ് ആക്കുന്നത്. അപ്പം നോക്കുമ്പോൾ ഒരു ദിവസം നമ്മളൊരു 10 രൂപ 5 രൂപയെ സേവ് ആക്കുന്നുള്ളൂ. പക്ഷെ ആ ചെറിയ തുകയാണ് ചില സമയങ്ങളിൽ നമ്മൾക്ക് ഭയങ്കര വലിയ തുകയുടെ എഫക്റ്റ് കിട്ടുന്നത്. അത് നമ്മളവിടെ നിന്ന് സേവ് ചെയ്തുകൊണ്ടല്ലേ. പിന്നെ ഉണ്ടല്ലോ, ഇപ്പം എല്ലാ ആൾക്കാരും ഭയങ്കര ബിസിയാണ്. ഇപ്പം എന്താ പറയുക, മക്കൾക്ക് അച്ഛനോട് അമ്മോട് സംസാരിക്കാൻ സമയമില്ല, ഭർത്താവിനും ഭാര്യയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ സമയമില്ല. കാരണം എല്ലാവരും ഇന്ന് ഫോണിൻ്റെയും ഇങ്ങനത്തെ കുറേ ടെക്നോളജിയുടെയും പിറകെയാണ്. ഇപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് ചില സമയങ്ങളിൽ വീട്ടിൽ വന്നാൽ പോലും അവർ താമസിക്കുന്നതൊക്കെ ഒരു വീട്ടിലാണ്. പക്ഷേ
ഒരുമിച്ചിരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഒരു സോഫയിലൊക്കെ തന്നെ ഇരുന്നിട്ടായിരിക്കും ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവുക. പിന്നെ ഇപ്പം നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവമാണല്ലോ, നമ്മുടെ ഫ്രണ്ടിൽ ടി വി ഓണായിരിക്കും, പക്ഷേ കയ്യിൽ ഫോൺ പിടിച്ചിട്ട് ഫോണും സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ദിവസം നമ്മളൊരു 10 മിനിറ്റ് ഈ പറഞ്ഞ പോലെ നെറ്റും നമ്മുടെ മറ്റേ വൈഫൈയുടെ സംഭവങ്ങളും ഫോണും ടി വിയും എല്ലാം കട്ട് ഓഫ് ചെയ്തിട്ട് 10 മിനിറ്റ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫാമിലിയിലെ മൊത്തം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നൊന്ന് സംസാരിച്ച് നോക്കുമ്പോൾ നമ്മൾ ദിവസത്തിലെ ഉള്ള 24 മണിക്കൂറിൽ വെറും 10 മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്യണുള്ളൂ. പക്ഷേ നമ്മുടെ ലൈഫ് ലോങ് ഒരു 10 മിനിറ്റ് കണക്കൂട്ടി കഴിഞ്ഞാലുണ്ടല്ലോ അതൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമ്മൾ ഒരു ദിവസം ഈ 10 മിനിറ്റ് അവിടെ കൊടുക്കാതിരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ചിലപ്പം നമുക്കുണ്ടാവുന്ന നഷ്ടം ഭയങ്കര ഒരു വലുതായിരിക്കും. കാരണം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും മസ്റ്റായിട്ടുള്ളൊരു സംഗതിയാണ്. കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കുന്തവും നടക്കില്ല. അപ്പം അതുകൊണ്ട് ഒരു 10 മിനിറ്റ് എങ്കിലും നിങ്ങളെല്ലാവരും ഫോണും ടി വിയും വൈഫൈയും ഒക്കെ ഒഴിവാക്കിയിട്ട് വീട്ടിലുള്ള എല്ലാ ആൾക്കാരും കൂടെ ഒന്ന് സംസാരിക്കുക. ആ 10 മിനിറ്റിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മുടെ ഫാമിലിയിലെ മൊത്തം റിലേഷൻഷിപ്പിൻ്റെ ഒരു എന്താ പറയുക മറ്റേ അടിസ്ഥാന ഘടകമായിട്ട് വരിക. പിന്നെ ഞാൻ എൻ്റെ മുന്നത്തെ കുറച്ച് വീഡിയോസിൽ നമ്മളുടെ ഒരു 1 മിനിറ്റ് റൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളിപ്പം വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ജോലി അതിൻ്റെ പിറകെ വന്നു, അതായത് ഒരു മിനിറ്റിൽ താഴെ നമ്മൾക്ക് ചെയ്ത് തീർക്കേണ്ട ജോലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പപ്പേ തന്നെ തീർക്കാൻ വേണ്ടി, അത് നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ സമയത്ത് ചിലപ്പോൾ നമ്മളുടെ കൗണ്ടർ ടോപ്പിലോട്ട് കുറച്ച് എണ്ണയോ കുറച്ച് വെള്ളമോ തെറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിറ്റത്തേക്ക് മാറ്റി വെക്കാതെ അപ്പോഴേ തന്നെ ക്ലീൻ ചെയ്യാനുള്ള ഒരു തോട്ട്. അപ്പം ഞാനിപ്പോൾ ഈ ബട്ടർഫ്ലൈ എഫക്റ്റിനെ പറ്റിയിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായി അതും ഇതെല്ലാം കണക്റ്റഡ് ആണ്. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളിപ്പം കുക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ വെള്ളമോ അല്ലെങ്കിൽ എണ്ണയോ തെറിച്ചു, നമ്മൾക്ക് അപ്പോഴേ തന്നെ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് മതി. പക്ഷേ നമ്മളത് പിറ്റേക്ക് കൂട്ടി വെച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് നമ്മുടെ വീടേ കുളമായിട്ടാകും. അപ്പോൾ ചെയ്യേണ്ട സംഗതികൾ നമ്മൾ അപ്പോഴേ തന്നെ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ ഭാവിയിൽ അത് ഗുണമാണ്. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ കുറച്ചും കൂടെ എഫേർട്ട് എടുത്തിട്ട് നമ്മൾ അവിടെ ക്ലീൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതെല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ സംഗതികളും, അത് നല്ല കാര്യം ആയിക്കോട്ടെ ചീത്ത കാര്യം ആയിക്കോട്ടെ, എല്ലാം എങ്ങനെയോ കണക്റ്റഡ് ആയിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതും പിന്നെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഇതും കർമ്മയും തമ്മിൽ കണക്ഷൻ അല്ലേ ഇത്. അതായത് കർമ്മ നമ്മൾ എന്ത് പറയും, നമ്മൾ എന്ത് ചെയ്താലും അത് നല്ലതാണെങ്കിലും ചീത്തയാണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന സംഗതികളൊക്കെ നമുക്ക് ആ സെയിം വഴി കൂടെ അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു വഴി കൂടെ നമ്മൾക്ക് തിരിച്ച് കിട്ടുമെന്ന്. അപ്പോൾ ഇതൊക്കെ കണക്റ്റഡ് അല്ലേ. ഇതിൻ്റെയൊക്കെ ഒരു കൺക്ലൂഷൻ എന്താണെന്നറിയോ, നമ്മുടെ ലൈഫിലുണ്ടല്ലോ നമ്മൾ ഭയങ്കര നിസ്സാരം എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന കുറേ സംഗതികളുണ്ടായിരിക്കാം. അത് ചിലപ്പോൾ നല്ലതായിരിക്കാം, ചിലപ്പോൾ ചീത്തയായിരിക്കാം. പക്ഷെ അതിനൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഹ്യൂജ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും ഒന്ന് ചിന്തിക്കുക, ഈ സംഭവം ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തായിരിക്കും വരുന്നുണ്ടാവാന്ന് ചിന്തിക്കുക. ചിലപ്പോൾ ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ളൊരു സംഗതി ആയിരിക്കും. അപ്പോൾ ബി കെയർഫുൾ. പിന്നെ ഞാനീ പറഞ്ഞ സംഗതികളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കണേ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ബട്ടർഫ്ലൈ എഫക്റ്റിനെ പറ്റിയിട്ട് എനിക്കും വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. റീസെൻ്റ്ലിയാണ് ഞാൻ ഈ ഒരു സാധനത്തെ പറ്റി പഠിച്ചത്. അപ്പോൾ നോക്കിയപ്പം അടിപൊളിയല്ലേ. കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും ചില സമയത്ത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഭയങ്കര ഹ്യൂജാണ്. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചും കണ്ടൊക്കെ ജീവിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.